അജിയുടെ സ്റ്റഡി ലീവിൻ്റെ എക്സ്റ്റൻഷൻ അപ്രൂവൽ ഈ വീക്ക് തന്നെ കൺഫേം ആകും. ഹോം സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് കോൾ ഉണ്ടായിരുന്നു. ക്ലിയർഡ് എവറിത്തിങ് ഫ്രം മൈ സൈഡ്. താങ്ക് യു മാം. സോ ഇനി 1 year വിത്തൗട്ട് എനി ഡ്യൂട്ടി. യെസ്. അൺഒഫീഷ്യൽ ആയതുകൊണ്ടാണ് ഒരു പ്രൈവറ്റ് സ്പേസിൽ മീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചത്. താൻ സെലക്ട് ചെയ്ത റിസർച്ച് ടൈറ്റിൽ ദാറ്റ് കൺവിൻസ് മീ അലോട്ട്. ക്രൈം പ്രിവെൻഷൻ അഗൈൻസ്റ്റ് വിമൻ ആൻഡ് വീക്കർ സെക്ഷൻ, റൈറ്റ്? യെസ് മാം. കേരളത്തിൽ മെറ്റേണിറ്റി ഡെത്ത്സ് ബാക്കിയുള്ള സ്റ്റേറ്റ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ്സ് വളരെ കുറവാണെന്ന് തനിക്കറിയാമല്ലോ. ലാസ്റ്റ് ഇയർ 45 മറ്റുമാണ്. യെസ്. അടുത്ത കാലത്ത് കേരളത്തിലെ ചില ഹോസ്പിറ്റൽസിൽ നടന്ന ഇൻസിഡൻറ്റ്സ് അജി നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. വൺ ഇൻസിഡൻറ്റ് ഹാപ്പൻഡ് അറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ഗൈനക് വാർഡ്. രാത്രി കാലങ്ങളിൽ എന്തിനെയോ മറ്റോ കണ്ടു പേടിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ ഏരിയയിൽ ഈ കാലങ്ങളിൽ 3ഓളം സ്ത്രീകളുടെ മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. എല്ലാം മെറ്റേണിറ്റി റിലേറ്റഡ് ഡെത്ത്സ് ആണ്. ഇതെല്ലാം ഞാൻ നോട്ടീസ് ചെയ്യാൻ കാരണം I got frequent anonymous emails detailing the incidents. After that, I have referred some Interpol case studies. 1980s ഹംഗറിയിലും അതേപോലെ ചില യൂറോപ്യൻ കൺട്രീസിലും റിപ്പോർട്ട് ചെയ്ത മരണങ്ങൾ. ഒരേ സ്ഥലത്ത് ഒരേ രീതിയിൽ മരിക്കുന്ന സ്ത്രീകൾ, അതും എല്ലാം പ്രഗ്നൻസി പീരീഡിലുള്ളവർ. ആദ്യം പ്രഗ്നൻസി ബ്ലീഡിംഗ് എന്ന് കരുതിയെങ്കിലും പിന്നീട് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് നോട്ടിഫൈഡായി. അന്വേഷണത്തിൽ ചില പേഗൻ മത ഗ്രൂപ്പുകളുടെ സാന്നിധ്യം ആ റിപ്പോർട്ടിൽ കണ്ടിരുന്നു. പക്ഷേ ഒരു മരണവും ഹോമിസൈഡ് ലിസ്റ്റിൽ വരാത്തതുകൊണ്ട് ലീഗൽ ആക്ഷൻസ് ഒന്നും നടന്നിട്ടില്ല. ബട്ട് ആ ട്രിഗർ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. I guess it's extrajudicial killings. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ചില സംഭവങ്ങളും ഞാൻ പറഞ്ഞ യൂറോപ്യൻ കോൺസ്പിറസിയും തമ്മിൽ എന്തോ ലിങ്ക് ഉള്ള പോലെ. ഐ ഹാവ് എ സീരിയസ് ഡൗട്ട്. പിന്നെ ഈ അനോണിമസ് മെയിൽസും കോൺസ്പിറസി തിയറിയും വെച്ച് നമുക്ക് അന്വേഷണമൊന്നും നടത്താൻ പറ്റില്ലല്ലോ. ബിക്കോസ് ദർ ആർ നോ ഫാക്ട്സ് ഓർ എവിഡൻസസ്. തനിക്ക് ഈ റിസർച്ച് തുടങ്ങും മുമ്പ് പൈലറ്റ് സ്റ്റഡി എന്നുള്ള രീതിക്ക് കുറച്ച് ദിവസങ്ങൾ സ്പെൻഡ് ചെയ്തൂടെ? യെസ് മാം. സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ ദെൻ, ഞാനൊരാളെ കണക്ട് ചെയ്തു തരാം. കാർത്തിക് സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. നൗ നോട്ട് ഇൻ സർവീസ്. ഡിപ്പാർട്ട്മെൻറ്റിന് ഇപ്പോഴും പല കാര്യങ്ങളിലും അയാളുടെ സപ്പോർട്ട് കിട്ടാറുണ്ട്. അയാൾ ഈ ഡെത്ത് കേസസിനെ കുറിച്ച് കുറച്ച് ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. ഫീൽഡ് വെരിഫിക്കേഷനൊന്നും കാണില്ല, ബട്ട് ഹി ക്യാൻ ഹെൽപ്പ് യു. ഓക്കെ മാം. താങ്ക് യു.
നീ ഇപ്പൊ എത്തിയതല്ലേ ഉള്ളൂ. ആ, നീ ഇന്ന് തന്നെ തിരിച്ചു പോവാണോ? പോണമെന്ന് വിചാരിക്കുന്നു. അതെന്താ, തീരുമാനമായില്ലേ? നിനക്കിനി നാളെ മോർണിംഗ് ഡ്യൂട്ടിക്ക് പോയാൽ പോരെ? നാൻസി ഇന്ന് നൈറ്റ് ഡ്യൂട്ടി അല്ലേ? അതുകൊണ്ട് എനിക്ക് നാളെ രാവിലെ പോയാലും മതി. ഏയ്, അത് വേണ്ട, മോൻ ഇന്ന് തന്നെ പോയിക്കോ. അപ്പോൾ നീ പോയി ഡിന്നർ റെഡിയാക്ക. ഞാനിവിടെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് പെട്ടെന്ന് എത്തിയേക്കാം. ഓക്കെ? ഹലോ, എന്താടാ? ഹലോ, ആ പറ. എന്ത് കഷ്ടാടി, 2 ഡ്യൂട്ടി അടുപ്പിച്ചെടുത്ത് ഇറങ്ങിയതല്ലേ ഞാൻ. ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമ്മതിക്കില്ലേ? ഓക്കെ ഓക്കെ, ആ ശരി, ആ ഞാൻ വിളിക്കാം. ഓക്കെ, എന്ത് പറ്റി? ഒന്നുമില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല. ആരാ വിളിച്ചേ? അത് ഹോസ്പിറ്റലിൽ നിന്നാടാ. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആശയ്ക്ക് എന്തോ എമർജൻസി ഉണ്ട്. അതെ, നാളെ ഞാൻ ലീവാക്കാം. ഓക്കെ. ഓക്കെ.